ഓഗസ്റ്റ് 8 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഒരു പട്ടിക തയ്യാറാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് 8-ാം പടിയെക്കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജന്മവാസനകൾ നമ്മുടെ പ്രവർത്തനങ്ങളെ ശരിയായ രീതിയിലല്ല സ്വാധീനിച്ചിട്ടുള്ളത്, എവിടേക്കോ അധികരിച്ച് പോയിട്ടുണ്ട് എന്ന ബോധ്യവും അതോടൊപ്പം നമ്മുടെ ബാധ്യതകൾ എന്താണ് എന്ന ശ്രമമൊക്കെ 4-ാമത്തെ പടിയിൽ നടന്നതുകൊണ്ടും ജന്മവാസനയുടെ ആധിക്യമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ അവിടെ കുറ്റബോധം എല്ലാം മാറ്റി നിർത്തി അതിശയോക്തി ഉണ്ടായിരുന്നു നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച്. ഇതൊക്കെ 4-ാമത്തെ പടിയിലാണ് ഞാൻ മാറ്റിയത്. മാത്രമല്ല മറ്റുള്ളവരെ പഴിച്ചുകൊണ്ട് രക്ഷ നേടുന്ന ഒരു സ്വഭാവത്തിൻ്റെ അവസാനവും 4-ാമത്തെ പടിയിലാണ്. അവിടെ മറ്റുള്ളവർ ചെയ്ത ഉപദ്രവങ്ങളെയൊക്കെ അതിൻ്റെ പരിഗണനാ രീതിയിൽ ചെയ്തതിന് ശേഷം ഞാൻ ഉപദ്രവിച്ചവരുടെ പട്ടിക അവിടെ വെച്ചു. അപ്പം അന്ന് അത് തൊട്ടിട്ടില്ല. പിന്നെ ബോധ്യമുണ്ടായി. ആ പട്ടികയെ പിന്നീട് നമ്മൾ എടുക്കുക 8-ാമത്തെ പടിയിൽ വരുമ്പോഴാണ്. പട്ടിക തയ്യാറാക്കാൻ വളരെ കൃത്യമായിട്ട് തന്നെ മറ്റുള്ളവരെ മാറ്റിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പട്ടിക കൃത്യമായിട്ട് കണ്ടു. അവിടെ കാരണം ആ സമയത്ത് 4-ാമത്തെ പടിയുടെ ഭാഗത്ത് എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, മുന്നോട്ട് പോകണം, ആവിഷ്കാര പരിശീലനത്തിൻ്റെ ഭാഗമാണ് 4-ാമത്തെ പടി എന്നുള്ള ബോധ്യം വന്നിട്ടുണ്ട്. വൈകാരികമായ രക്ഷിതാവസ്ഥയുടെ ലക്ഷണങ്ങളാണ് പെട്ടെന്നുണ്ടാവുന്ന ആ ദേഷ്യത്തെക്കുറിച്ചും ഒരു കാര്യമില്ലാത്ത വിഷമങ്ങൾ, ഭയം, എന്നോട് തന്നെയുള്ള ആത്മാനുകമ്പ, സ്വയം സഹതാപം, വിഷാദം, ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധന നടത്തിയിട്ടാണ് പോന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഉപദ്രവിച്ച ആൾക്കാരുടെ പട്ടിക തയ്യാറാക്കി എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുകൂടിയൊക്കെ ഒരു പരിശോധനയ്ക്ക് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. പരിഹാരം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. വെറുതെ അങ്ങോട്ട് തയ്യാറായി എന്ന് പണ്ട് കള്ളു കുടിക്കുന്ന കാലത്ത് മദ്യം നിർത്തി എന്ന് പറയണ പോലെ പറയലല്ല 8-ാമത്തെ പടി. അത് വ്യക്തിബന്ധങ്ങളെ ഞാനെന്ന ആള് ഒരു കാര്യത്തിലും വ്യക്തിബന്ധങ്ങൾക്ക് കൃത്യമായ പ്രാധാന്യം കൊടുക്കാത്ത മദ്യാസക്തനാണ്. മറ്റുള്ള മനുഷ്യരോടൊപ്പം ജീവിക്കാൻ പഠിക്കുക എന്നത് എന്നെ പോലൊരാൾക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളവുമാണ് ഈ ലോകവും അതിലെ ആളുകളും നിലനിൽക്കുന്നത് എന്ന സെൽഫ് സെൻറ്റേർഡായ നടൻ. എല്ലാം എനിക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നു എന്ന് പറയുന്നിടത്ത് ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുമ്പോൾ പടികളിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ 2-ാമത്തെ പടിയിൽ തന്നെ കണ്ടു ആത്മീയത, ആത്മത്തിലേക്ക് അപരനെ ഉൾക്കൊള്ളാനുള്ള തയ്യാറെടുപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ 1-ാമത്തെ പടിയിൽ എന്നെ സ്നേഹിക്കണം, എന്നെ കൃത്യമായിട്ട് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എൻ്റെ കുഴപ്പങ്ങൾ അറിയണം എന്ന് പറഞ്ഞു. മറ്റു മനുഷ്യരെ പരിഗണിക്കാനും മറ്റുള്ളവരെ കേൾക്കാനും തയ്യാറാവണമെന്ന് 2-ാമത്തെ പടിയിലൂടെ കണ്ടു. 3-ാമത്തെ പടിയിലൂടെ ഞാനല്ല ഡയറക്ടർ എന്നുള്ള ബോധ്യവും എൻ്റെ സെൽഫ് സെൻറ്റേർഡ്നെസ്സും എൻ്റെ ഈഗോ സെൻട്രിക്കുമായ മനോഭാവത്തെ കണ്ടു. 4-ാമത്തെ പടിയിൽ ഇതെല്ലാത്തിൻ്റെയും ഈ പറയുന്ന കൃത്യമായ പരിശീലനത്തിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക ആ പട്ടികയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് മറ്റു മനുഷ്യരുമായിട്ട് എന്താണ് എന്നെ തടയുന്നതെന്നുള്ള തടസ്സങ്ങളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അവരോടൊപ്പം ജീവിക്കാൻ പഠിക്കുക എന്ന പരിപാടിയാണ് 8-ാമത്തെ പടിയിൽ വരുന്നത്. അപ്പം എന്നെ പോലൊരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ ആകർഷിപ്പിക്കുന്ന ഒരു സാഹസികതയായിട്ടാണ് ഈ 8-ാമത്തെ പടി കടന്നു വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ മദ്യാസക്തനായ എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മറ്റുള്ളവർ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്നുള്ള ജീവിതമാണ്, മറ്റുള്ളവർ ഞാൻ വിചാരിച്ച പോലെ ഞാൻ പറയുന്ന പോലെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അവിടെ നിരവധി തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. കാരണം ആളുകളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല പെരുമാറുന്നത്. പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പല തടസ്സങ്ങൾ നമ്മൾ വിചാരിച്ചു പിന്നെയും അവർ മോശമായി പെരുമാറുന്നു. അറ്റ്ലീസ്റ്റ് അവർ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുന്നതിൻ്റെ തടസ്സങ്ങളുണ്ട്. ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആ സമയത്ത് നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം, ആ സ്വത്വം ക്ഷമിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തുന്ന ആ ഒരു കാര്യം, ഞാനാണ് തെറ്റ് ചെയ്ത ഒരു സോറി പറയാൻ പറ്റില്ല. കാരണം ആ ഈഗോ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അയാളോട് 2 എതിർത്ത് പറയുകയും അയാളാണ് തെറ്റുകാരൻ, അയാൾ ശരിയല്ല എന്ന് പറയുന്ന മനോഭാവം ഇവിടെ കടന്നു വരുന്നതിന് പകരം 8-ാമത്തെ പടി ഈ ഒരു പട്ടിക പരിപൂർണമായിട്ട് ഇങ്ങനെ എടുത്തു വയ്ക്കുകയും ഞാൻ എന്നെ തന്നെ ആ പട്ടികയിലൂടെ കടന്നു പോയിട്ടൊരു മാറ്റത്തിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാക്കുകയാണ്. പരിപൂർണമായിട്ട് ബില്ലിൻ്റെയൊക്കെ ജീവിതത്തിൽ ബില്ല് പറയുന്ന പോലെ ഞാൻ പരിഹാരം ചെയ്യാനുള്ള തയ്യാറെടുപ്പ്, പിന്നീട് അവരുടെ കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നൊരു മനോഭാവമുണ്ട്. അത് ആത്മാർത്ഥമായിട്ട് വെറുതെ
ആരെയും ബോധിപ്പിക്കാനല്ലാതെ എന്നിലൂടെ എട്ടാമത്തെ പടിയിൽ കടന്നു വരേണ്ട ഒന്നാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് വെച്ചാൽ വലിയൊരു കാര്യം. നമ്മൾ പറയേണ്ട ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാറില്ല. വെറുതെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അങ്ങനൊന്നും നടക്കില്ല. ഇവിടെ ഞാൻ ചെയ്യുന്നതിന് കൃത്യമായ പ്രതിഫലം ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയാറുണ്ട്. ഞാനിവിടെ മറ്റുള്ളവരോട് തെറ്റുകൾ സമ്മതിക്കാതിരിക്കുന്ന മനോഭാവത്തിൽ നിന്ന് മാറി എൻ്റെ തെറ്റുകൾ സമ്മതിക്കാൻ, ആദ്യം എന്നോട് സമ്മതിക്കാൻ, മറ്റുള്ളവരുടെ അടുത്തും ആ സമ്മതിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണം. ഉടൻ തന്നെ പോയിട്ട് അയ്യോ സോറി കേട്ടോ ഞാൻ അങ്ങനെ ആയി എന്നുള്ള ആ വിവേകമില്ലായ്മയൊന്നുമില്ല. എട്ടാമത്തെ പടി ചെയ്യുമ്പോൾ തന്നെ പോയിട്ട് പരിഹാരം ചെയ്യുക ഭയങ്കര അതൊന്നുമല്ല. അതൊക്കെ അപകടങ്ങളാണ്. അവിടെയൊക്കെ മറ്റൊരാൾ അഞ്ചാമത്തെ പടി ഒരാളെ വിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമൊക്കെ അവിടെ കടന്നു വരുന്നത്. അല്ലെങ്കിലൊക്കെ വലിയ അപകടമാണ് എട്ടാം പടി. വെറുതെ പരിഹാരം ചെയ്യാനാന്ന് പറഞ്ഞിട്ട് പോയിട്ടുന്നത് പല കുഴപ്പങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഞാനിവിടെ മനഃപൂർവ്വം മറന്നു കളഞ്ഞ കാര്യങ്ങളെ കൃത്യമായി എടുത്തു വെക്കുന്ന സ്ഥലം എട്ടാമത്തെ പടിയിലാണ്. ആ എട്ടാമത്തെ പടി ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. നാലാമത്തെ പടിയിലാ അത് സാരല്ല, ഇനി ബാക്കിയുള്ളത് നമുക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് നാലാമത്തെ പടി. കാരണം മുന്നോട്ട് നീങ്ങിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞ ആ ഭൂതകാലം മാറ്റി വച്ചിരിക്കുന്ന ഞാൻ ഉപദ്രവിച്ച ആളുകളുടെ പട്ടികയാണ് പുറത്തെടുത്തിട്ടുള്ളത്. ആ പട്ടികയിലൂടെ നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണ്? ഭൂതകാലത്തിന്റെ സമഗ്രമായ വീക്ഷണം. അതിവിടെ കടന്നു വരികയാണ്. വളരെ കൃത്യമായി സമഗ്രമായിട്ട് ഞാൻ കാണുകയാണ്. ആ ഭൂതകാലത്തിന് എന്തിനാണ്? സ്വയം സഹതാപത്തിൽ നിൽക്കാനല്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള ന്യായീകരണം ഉണ്ടാക്കാനല്ല, മറിച്ചൊരു മാറ്റത്തിനാണ്, ഇന്നിൽ മനോഹരമായി ജീവിക്കാനാണ്. അങ്ങനെ ആകുമ്പോൾ എന്താണ്? പരിപൂർണതയിൽ നിന്നുളവാകുന്ന അഗാധമായ ഉൾക്കാഴ്ച എനിക്കുണ്ടാവുന്നതാണ് പ്രോഗ്രാം തരുന്ന വാഗ്ദാനം. പരിപൂർണത ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് എല്ലാ ഭാഗങ്ങളിലും. ആറാമത്തെ പടിയിലും ഏഴാം പടിയിലൊക്കെ നമ്മൾ കണ്ടു. അപ്പോഴാണ് പുരോഗതി കിട്ടുന്നത്. അല്ലാതെ പുരോഗതിയെ കിട്ടൂ എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ടല്ല, മറിച്ച് എന്താണ്? പരിപൂർണതയിൽ നിന്ന് ഉളവാകുന്ന അഗാധമായ ഉൾക്കാഴ്ച, പരിപൂർണത ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം. അവിടെ നിന്ന് എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമാകുന്നു. അവിടെ മറ്റുള്ളവരെ ഞാൻ ചെയ്ത ഉപദ്രവങ്ങളുടെ കൃത്യമായ സ്വഭാവം, എന്തുകൊണ്ടാണ് ഓരോ ഭാഗങ്ങളിലും ഞാൻ ഈ ഉപദ്രവം ഉണ്ടാക്കിയിരുന്നത്, ഇന്നും അത്തരം സ്വഭാവ സവിശേഷതകൾ എന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലതൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് കാണാൻ പറ്റും. അപ്പം അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായ പരിശോധന ഒന്നും കൂടി നടത്തേണ്ടതുണ്ട്. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ ഒന്നാമത്തെ പടിയിൽ തന്നെ എല്ലാം സമ്മതിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാറാൻ പറ്റില്ലേ? മദ്യാസക്തനായ എന്നെ സംബന്ധിച്ചോളം ഇത് പടിപടിയായിട്ട് കടന്നു വരേണ്ടതാണ്. ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തികളിലും വരണം. കാരണം ഒരു കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുന്ന സ്വഭാവം ഞാനെന്ന മദ്യാസക്തന് ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പം അവിടെ വളരെ കൃത്യമായിട്ടുള്ള ഉൾക്കാഴ്ചകളും മറ്റുള്ളവരോട് ഉപദ്രവങ്ങൾ ചെയ്തതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയുന്നു. എൻ്റെ സ്വഭാവത്തിൽ മറ്റുള്ളവരെ വിധിക്കുക, അവരെക്കുറിച്ച് ന്യായങ്ങൾ പറയുന്ന ആ വിധി ന്യായങ്ങൾ ഒഴിവാക്കാനുള്ള തയ്യാറെടുപ്പ്. നമുക്കറിയില്ല മറ്റുള്ളവർ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ പെരുമാറ്റം, മറ്റുള്ളവർ അത് പറയും, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഇങ്ങനെ വിചാരിക്കുക, അതെല്ലാം മാറ്റുക എട്ടാമത്തെ പടിയിലാണ്. വളരെ കൃത്യമായ വസ്തുതകൾക്ക് നിരക്കുന്ന വിവേകപൂർവമായ കാഴ്ചപ്പാട്. ആ വിവേകപൂർവമായിരിക്കണം. ഈ പരിഹാരത്തിന്റെ കാര്യത്തിലൊക്കെ എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ള കൃത്യമായ ബോധ്യം ഒരു പ്രോഗ്രാമിൽ നിൽക്കുന്ന സ്പോൺസറായിട്ട് ചെയ്യുമ്പോൾ അവരുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ ബിഗ് ബുക്കിലും 12-12 ഒക്കെ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളുണ്ട്. വളരെ കൃത്യമാണത്. എന്താണ്? വളരെ വസ്തുതാപരമായ കാഴ്ചപ്പാടാണ്. അവിടെ ഒറ്റപ്പെടൽ അവസാനിക്കുന്നതിൻ്റെ ആരംഭമാണ്. ഞാൻ ഒറ്റയാണെന്ന് പറയുന്നതിൻ്റെ ഭയം, ആ ഇന്നിനെക്കുറിച്ചും നാളെയെക്കുറിച്ചുള്ള ഭയം എന്ന് മൂന്നാമത്തെ പടിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടൊന്നും പോയിട്ടില്ല. പല പ്രശ്നങ്ങളും ഉണ്ടാവും എട്ടാം പടി എത്തുമ്പോൾ. ആ ഭയത്തിൻ്റെ ഒരു അവസാനം കൂടി, ഇതൊക്കെ ഇതിൻ്റെ ഒരു വാഗ്ദാനങ്ങളാണ്. എട്ടാമത്തെ പടി ഗംഭീരമായിട്ടുള്ള ഏകാന്തത. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാര്യങ്ങളും നമ്മളൊന്നും പ്രതീക്ഷിക്കാതെയൊക്കെ പറയാനേ പറ്റത്തുള്ളൂ. നമുക്ക് കിട്ടുന്ന ഇതൊക്കെയാണ്. ഒറ്റപ്പെടലിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമായിട്ടുള്ള എട്ടാമത്തെ പടിയുടെ മനോഭാവം പുതിയൊരു മനുഷ്യനായിട്ട് മാറാനും അതിനെ ജീവിതത്തിൻ്റെ ഉടനീളം കൊണ്ടുപോകാൻ, ഇന്നത്തെ ദിവസത്തെ മനോഹരമായി കൊണ്ടുപോകാനുള്ള ആ ഒരു പ്രവർത്തനത്തിലേക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നമുക്ക് ഒരുമിച്ചുകൊണ്ട് പറയുന്ന തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.